Dear children, a good beginning makes a big difference. Let's start the new academic year with new energies and hopes. Let's begin the new academic year with a positive mindset. Wishing you all the very best in this new academic year. Dear children, today we are going to learn the first lesson of this year, the 3 L's of empowerment. The lesson is about women empowerment. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു നല്ല തുടക്കം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളോടും പുത്തൻ ഊർജത്തോടും കൂടി ഈ പുതുവർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ക്രിയാത്മക മനോഭാവത്തോടെ പുതിയ ഈ അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ളതാണ് ഈ പാഠം. ഈ പാഠത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. In today's world, women are growing up a lot and bringing out their talents and achieving success. Women are now self-sufficient, well-aware and financially independent. They have attained immense success in every field, whether it is sports, politics or academics. With the encouragement of co-education, women are now marching side by side with men in every walk of life. They are the epitome of strength, love, sacrifice and courage. Still, in the modern age, women have to face many more problems in their daily life and struggle a lot to establish their career. Women in the Indian society have been considered as inferior than men for many years. Because of such type of inferiority, they have to face various issues and problems in their life. They have to go extra miles than men to prove themselves equivalent to men. Although there are many laws and plans to protect women, they still face many problems. The lesson we are going to learn today is called the 3 L's of empowerment. It is a speech delivered by Lagarde, where she talks about the factors that are essential for women empowerment. Lagarde was the first woman finance minister of France. In her speech, the 3 L's of empowerment, she speaks about the basic requisites of women empowerment. She considers learning, labor and leadership the keys to women empowerment. Let's see what Lagarde says in this lesson. ഇന്നത്തെ ലോകത്ത് സ്ത്രീകൾ വളരെയധികം വളരുകയും അവരുടെ കഴിവുകൾ പുറത്തെടുക്കുകയും വിജയം നേടുകയും ചെയ്യുന്നു. സ്ത്രീകൾ ഇപ്പോൾ സ്വയം പര്യാപ്തരും നന്നായി സ്വയം അറിയുന്നവരും സാമ്പത്തികമായി സ്വതന്ത്രരുമാണ്. കായിക രംഗമായാലും രാഷ്ട്രീയമായാലും അക്കാദമിക്കായാലും എല്ലാ മേഖലയിലും അവർ വൻ വിജയം നേടിയിട്ടുണ്ട്. കോ എഡ്യൂക്കേഷൻ്റെ പ്രോത്സാഹനത്തോടെ സ്ത്രീകൾ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നടത്തത്തിലും പുരുഷന്മാരുമായി ചേർന്ന് നടക്കുന്നു. ശക്തി, സ്നേഹം, ത്യാഗം, ധൈര്യം എന്നിവയുടെ പ്രതീകമാണ് അവർ. ആധുനിക യുഗത്തിൽ സ്ത്രീകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ഒപ്പം അവരുടെ കരിയർ സ്ഥാപിക്കാൻ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളെ വർഷങ്ങളായി പുരുഷന്മാരെക്കാൾ താഴ്ന്നവരായി കണക്കാക്കപ്പെടുന്നു. അത്തരം അപകർഷതാബോധം കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നു. തങ്ങൾ പുരുഷന്മാരുമായി തുല്യരാണെന്ന് തെളിയിക്കുവാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതായി വരുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് നിരവധി നിയമങ്ങളും പദ്ധതികളും ഉണ്ടെങ്കിലും അവർ ഇപ്പോഴും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തെ ശാക്തീകരണത്തിനുള്ള 3 എല്ലുകൾ എന്ന് വിളിക്കുന്നു. എല്ലുകൾ എന്ന് പറഞ്ഞാൽ എൽ എന്ന വാക്കിൽ തുടങ്ങുന്ന 3 വാക്കുകൾ എന്നാണ്. സ്ത്രീ ശാക്തീകരണത്തിനുള്ള 3 വാക്കുകൾ എന്നാണ്. ലഗാർഡ് നടത്തിയ പ്രസംഗമാണിത്. അവിടെ സ്ത്രീ ശാക്തീകരണത്തിന് അത്യാവശ്യമായ ഘടകങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ലഗാർഡ് ഫ്രാൻസിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയായിരുന്നു. ശാക്തീകരണത്തിൻ്റെ 3 L's എന്ന പ്രസംഗത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടിസ്ഥാന ആവശ്യകതകളെക്കുറിച്ച് സംസാരിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം എന്നിവയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ താക്കോലായി അവർ കണക്കാക്കുന്നത്. ഈ പാഠത്തിൽ ലഗാർഡ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് 4 women. ലെറ്റ്സ് സീ ഹൂ ദേ ആർ. 4 സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇവിടെ നൽകിയിരിക്കുകയാണ്. ഇവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം.
ഒന്നാമതായി സ്മിത പാട്ടീൽ, ദ ഫേസ് ഓഫ് ന്യൂ ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയുടെ പുതിയ മുഖമായ സ്മിത പാട്ടീലിൻ്റെ ചിത്രമാണിത്. അടുത്തതായി ഹെലൻ ബോർഡൻ, ഡയറക്ടർ, BBC ന്യൂസ് ഗ്രൂപ്പ്. BBC ന്യൂസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായിരുന്ന ഹെലൻ ബോർഡൻ്റെ ചിത്രമാണിത്. അടുത്തതായി മേരി കോം. പീപ്പിൾ തോട്ട് മേരി കോം വിൽ നെവർ വിൻ എ മെഡൽ അഗെയിൻ ആഫ്റ്റർ ഐ ടുക്ക് ദ ബ്രേക്ക് ടു ഹാവ് എ ബേബി. ഐ വാണ്ടഡ് ടു പ്രൂവ് ദം റോങ്. ചലഞ്ചസ് ഫയർ മീ. ഒരു കുഞ്ഞ് ജനിക്കാൻ ഞാൻ ഇടവേള എടുത്തപ്പോൾ മേരി കോം ഇനി ഒരിക്കലും മെഡൽ നേടില്ലെന്ന് എല്ലാവരും കരുതി. അവയൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. വെല്ലുവിളികൾ എനിക്ക് കരുത്തായി മാറി. പ്രശസ്ത ബോക്സർ താരം മേരി കോമിൻ്റെ വാക്കുകളാണിത്. അടുത്തതായി JK റോളിംഗ്, വേറെവർ ഐ ആം, ഇഫ് ഐ ഹാവ് ഗോട്ട് എ ബുക്ക് വിത്ത് മീ ഐ ഹാവ് എ പ്ലേസ് ഐ ക്യാൻ ഗോ ആൻഡ് ഹാപ്പി. ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ പക്കൽ ഒരു പുസ്തകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ഞാൻ ഒരു സ്ഥലത്ത് പോകുകയും സന്തോഷത്തോടെ ആയിരിക്കുകയും ചെയ്യും. ഇത് JK റോളിംഗ് എന്ന വ്യക്തിയുടെ വാക്കുകളാണ്. ഹാരി പോട്ടർ സീരീസ് പുസ്തകങ്ങളുടെ എഴുത്തുകാരിയായ JK റോളിങ്ങിൻ്റെ വാക്കുകളാണ് ഇവ. These are 4 women who have excelled in various fields. Let us now look at them in detail. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ 4 സ്ത്രീകളാണിവർ. ഇനി നമുക്ക് ഇവരുടെ കാര്യങ്ങൾ വിശദമായി നോക്കാം. ഏത് മേഖലകളിലാണ് ഇവർ കഴിവ് തെളിയിച്ചിരിക്കുന്നത്, ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്മിത പാട്ടീൽ was born on 17th October 1955 in Maharashtra. She was an Indian actress of film, television and theatre. She was considered as the best Indian actress of her era. She was also an active feminist. She favored working in women-oriented films and took up issues that were related to women empowerment. 1985 ഒക്ടോബർ 17 മഹാരാഷ്ട്രയിലാണ് സ്മിത പാട്ടീൽ ജനിച്ചത്. ചലച്ചിത്രം, ടെലിവിഷൻ, നാടകം എന്നിവയിൽ ശോഭിച്ച നടിയായിരുന്നു. അക്കാലത്തെ മികച്ച ഇന്ത്യൻ നടിയായി അവർ കണക്കാക്കപ്പെട്ടു. സജീവമായ ഫെമിനിസ്റ്റ് കൂടിയായിരുന്നു അവർ. സ്ത്രീകളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകളിൽ ജോലി ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുകയും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഹെലൻ ബോർഡൻ വാസ് ബോൺ ഓൺ 1st March 1956 in England. She is a British former broadcasting executive who spent more than 30 years working for the BBC, including as director of radio between February 2013 and September 2016. She was an award-winning journalist, ran Radio 4 and was the first female director of BBC News in charge of 8,000 staff at home and abroad. She ended her BBC career in 2017 as Director of Radio responsible for 10 radio networks, 3 BBC orchestras and the proms. ഹെലൻ ബോർഡൻ 1956 മാർച്ച് 1 ഇംഗ്ലണ്ടിൽ ജനിച്ചു. ബ്രിട്ടീഷ് മുൻ ബ്രോഡ്കാസ്റ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് അവർ. 2013 ഫെബ്രുവരി മുതൽ 2016 സെപ്റ്റംബർ വരെ റേഡിയോ ഡയറക്ടർ എന്ന തസ്തിക ഉൾപ്പെടെ 30 വർഷത്തിലേറെ BBC-യിൽ ജോലി ചെയ്തു. അവാർഡ് നേടിയ പത്രപ്രവർത്തകയും റേഡിയോ 4 എന്ന ചാനൽ നടത്തിയ വ്യക്തിയും BBC ന്യൂസിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറുമായിരുന്നു അവർ. സ്വദേശത്തും വിദേശത്തുമായി ഏകദേശം 8,000 ജോലിക്കാരുടെ ചുമതല അവർക്കുണ്ടായിരുന്നു. 10 റേഡിയോ നെറ്റ്വർക്കുകൾ, 3 BBC ഓർക്കസ്ട്രകൾ, പ്രോംസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സംഗീത കച്ചേരികൾ എന്നിവയുടെ ഉത്തരവാദിത്തമുള്ള റേഡിയോ ഡയറക്ടറായി 2017 BBC-യിൽ നിന്നും വിരമിച്ചു. മേരി കോം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് അത്ലറ്റ്സ് ഓൺ ദ പ്ലാനറ്റ്. Com's story is remarkable. Born in a poor region of India, it looked likely that she would end up working the land with her family. But overcoming the objections from her family, she moved to the city, became a boxer after persuading a local coach to take her on, and worked her way up to becoming a boxing champion. She is the only female to become world amateur boxing champion for a record 6 times. The only female boxer to have won a medal in each one of the first 7 world championships, and the only boxer to win 8 world championship medals. ഈ ഗ്രഹത്തിലെ ഏറ്റവും ആകർഷകമായ അത്ലറ്റുകളിൽ ഒരാളാണ് മേരി കോം.
കോമിൻ്റെ കഥ വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ ഒരു ദരിദ്ര പ്രദേശത്ത് ജനിച്ച അവൾ കുടുംബത്തോടൊപ്പം കൃഷിപ്പണി ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പിനെ മറികടന്ന് അവൾ നഗരത്തിലേക്ക് മാറി. ഒരു പ്രാദേശിക പരിശീലകനെ നിർബന്ധിച്ചു പരിശീലകനാക്കി. ഒരു ബോക്സിംഗ് ചാമ്പ്യനാകാൻ അവൾ ശ്രമിച്ചു. 6 തവണ ലോക അമച്വർ ബോക്സിംഗ് ചാമ്പ്യനായ ഏക വനിത. ആദ്യ 7 ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഓരോന്നിലും മെഡൽ നേടിയ ഒരേ ഒരു വനിതാ ബോക്സർ, 8 ലോക ചാമ്പ്യൻഷിപ്പ് മെഡലുകൾ നേടിയ ഏക ബോക്സർ എന്നിവയാണ് മേരി കോമിൻ്റെ നേട്ടങ്ങൾ. J.K. Rowling was born on 31st July 1965. She is a British author, film producer, television producer and screenwriter. She is best known for writing the Harry Potter fantasy series, which has won multiple awards and sold more than 500 million copies. She has received many awards and honors. J.K. Rowling went from being a jobless single mother living off unemployment benefits to one of the best-selling authors of all time. But it didn't happen overnight. She faced rejection and constantly strived for success. She worked hard at her craft before anyone noticed her. That practice, along with strengthening herself against rejection, was what made her work unforgettable. Rowling is one of the few personalities who has gone from poverty to millionaire. 1965 ജൂലൈ 31 J.K. റൗളിംഗ് ജനിച്ചത്. ബ്രിട്ടീഷ് എഴുത്തുകാരിയും ചലച്ചിത്ര നിർമ്മാതാവും ടെലിവിഷൻ നിർമ്മാതാവും തിരക്കഥാകൃത്തുമാണ് അവർ. 1-ലധികം അവാർഡുകൾ നേടിയ അവർ 500 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റ ഹാരി പോട്ടർ ഫാന്റസി സീരീസ് എഴുതിയതിലൂടെയാണ് കൂടുതൽ അറിയപ്പെട്ടത്. നിരവധി അവാർഡുകളും ബഹുമതികളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. J.K. റൗളിംഗ് തൊഴിലില്ലാത്ത അമ്മയിൽ നിന്ന് എക്കാലത്തെയും മികച്ച വിൽപ്പനയുള്ള പുസ്തകങ്ങളുടെ എഴുത്തുകാരിൽ ഒരാളായി മാറി. എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. അവൾ തിരസ്കരണത്തെ നേരിട്ടു, വിജയത്തിനായി നിരന്തരം പരിശ്രമിച്ചു. ആരെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അവൾ അവളുടെ കൈകൊണ്ട് കഠിനാധ്വാനം ചെയ്തു. അവളുടെ ആ ജീവിത രീതിയും തിരസ്കരണങ്ങളാൽ അവൾ ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ അവളുടെ പുസ്തകങ്ങൾ അവിസ്മരണീയമായി മാറി. ദാരിദ്ര്യത്തിൽ നിന്നും കോടിപതിയായി മാറിയ അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് റൗളിംഗ്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. Think and discuss. Have you ever thought about the various roles taken by women in their homes and outside? സ്ത്രീകൾ അവരുടെ വീടുകളിലും വീടിനു പുറത്തും കൈകാര്യം ചെയ്യുന്ന വിവിധ വേഷങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരത്തിലേക്ക് പോകാം. Yes, I have thought about the various roles taken by women in their homes and outside. അതെ, സ്ത്രീകൾ അവരുടെ വീടുകളിലും പുറത്തും കൈകാര്യം ചെയ്യുന്ന വിവിധ വേഷങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വുമൺ ഇൻ ഹെർ ലൈഫ് ഹാസ് ഹെവിയർ റെസ്പോൺസിബിലിറ്റീസ് ദാൻ മെൻ. അവളുടെ ജീവിതത്തിൽ അവൾക്ക് പുരുഷന്മാരെക്കാൾ ഭാരമേറിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഷീ ഹാസ് സോ മെനി റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം ആസ് എ ഹൗസ് വൈഫ് ആൻഡ് ഓൾസോ ആസ് എ കരിയർ വുമൺ ഔട്ട്സൈഡ് ഹോം. ഒരു വീട്ടമ്മ എന്ന നിലയിലും വീടിന് പുറത്തുള്ള ഒരു ജോലി ചെയ്യുന്ന വനിത എന്ന നിലയിലും അവൾക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. വിമൻ ആർ ദ കീ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ദ ഫാമിലി. കുടുംബത്തിലെ സുസ്ഥിര വികസനത്തിനും ജീവിത നിലവാരത്തിനും സ്ത്രീകളാണ് പ്രധാന പങ്കുവഹിക്കുന്നത്. The varieties of role the women assume in the family are those of wife, leader and manager of family income and last but not the least important, the mother. കുടുംബത്തിൽ സ്ത്രീകൾ ഭാര്യ, നേതാവ്, കുടുംബ വരുമാനത്തിൻ്റെ മാനേജർ എന്നിങ്ങനെ വൈവിധ്യങ്ങളാർന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കൂടാതെ വളരെയധികം പ്രാധാന്യമുള്ള അമ്മയുടെ വേഷവും കൈകാര്യം ചെയ്യുന്നു. The woman also performs the role of organizer, administrator, director, economist, disciplinarian, teacher, doctor, nurse and artist and in many other professions. സംഘാടക, അഡ്മിനിസ്ട്രേറ്റർ, ഡയറക്ടർ, സാമ്പത്തിക ശാസ്ത്രജ്ഞ, അച്ചടക്കക്കാരി, അധ്യാപിക, ഡോക്ടർ, നേഴ്സ്, ആർട്ടിസ്റ്റ് തുടങ്ങി നിരവധി തൊഴിലുകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ടുഡേ? ഇന്ന് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വിമൻ ആർ ഫേസിംഗ് മെനി ചലഞ്ചസ് ടുഡേ. സ്ത്രീകൾ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. They have been trying to break away from norms and standards set by society.
സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിന്നും വ്യവസ്ഥകളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുന്നു. They have been marching for equal rights and fighting for their rightful place in the world. അവർ തുല്യ അവകാശങ്ങൾക്കായി പോരാടുകയും ലോകത്തിൽ അവർക്ക് കിട്ടേണ്ട അവരുടെ ശരിയായ സ്ഥാനങ്ങൾക്കായി പോരാടുകയും ചെയ്യുന്നു. Today they have less freedom than men. ഇന്ന് അവർക്ക് പുരുഷന്മാരെക്കാൾ സ്വാതന്ത്ര്യം കുറവാണ്. They are often discriminated against in education, job opportunities and some other rights. വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, മറ്റു ചില അവകാശങ്ങൾ എന്നിവയിൽ അവർ പലപ്പോഴും വിവേചനത്തിന് ഇരയാകുന്നു. Our society is male dominated, where women are considered second class citizens. നമ്മുടെ സമൂഹം പുരുഷ മേധാവിത്വമുള്ളതും സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായി കണക്കാക്കുകയും ചെയ്യുന്നു. They don't get equal pay with men even when they do similar jobs. പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ അവർ ചെയ്യുമ്പോഴും തുല്യവേതനം അവർക്ക് ലഭിക്കുന്നില്ല. To get married they have to pay dowries. വിവാഹം കഴിക്കാൻ സ്ത്രീധനം നൽകേണ്ടി വരുന്നു. Of course, there are a lot more challenges to women's path to leadership, including harassment, lack of role models, and our own ability to hold ourselves back. തീർച്ചയായും ദേഹോപദ്രവം, റോൾ മോഡലുകളുടെ അഭാവം, സ്വയം തടയാനുള്ള കഴിവ് എന്നിവയുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചു വേണം സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. These are challenges most women face on a daily basis. മിക്ക സ്ത്രീകളും ദിവസേന നേരിടുന്ന വെല്ലുവിളികളാണിത്. ഈ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Are women equipped to meet those challenges? ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ സ്ത്രീകൾ സജ്ജരാണോ? Yes, women are equipped to face challenges in their life. അതെ, സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടാൻ സജ്ജരാണ്. They are getting better education and better job opportunities. അവർക്ക് മികച്ച വിദ്യാഭ്യാസവും മികച്ച തൊഴിലവസരങ്ങളും ലഭിക്കുന്നു. Many measures are taken by the government to empower women. സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിക്കുന്നു. Things like dowries and female feticide are forbidden by law. സ്ത്രീധനം, ഭ്രൂണഹത്യ തുടങ്ങിയ കാര്യങ്ങൾ നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നു. Hopefully, women will get their rightful places in the society in the very near future. സമീപ ഭാവിയിൽ തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ അവർക്ക് ശരിയായ സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. Let's give women not just a chance to venture out of their homes, but to excel in their careers and to achieve their potential. സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ നിന്ന് പുറത്തു പോകുവാനുള്ള അവസരം മാത്രമല്ല, അവരുടെ കരിയറിൽ മികവ് പുലർത്താനും അവരുടെ കഴിവുകൾക്കനുസരിച്ച് ജീവിതത്തിൽ വിജയം നേടുവാനും അവസരം നമുക്ക് നൽകാം. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നു. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. സ്ത്രീകളുടെ വിമോചനവും ശാക്തീകരണവും സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. എമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമോചനം എന്നാണ്. എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണം. In our country, we have achieved partial success, but we still have a long way to go. നമ്മുടെ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ നമ്മൾ ഭാഗിക വിജയം നേടി, പക്ഷേ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഇത് നേടാൻ നാം എന്തു ചെയ്യണം? ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യം. ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദ റിക്വസൈറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. റീഡ് ഓൺ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചുള്ള ഒരു പ്രസംഗം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വായിക്കുക. റിക്വസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ. നമുക്ക് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന പാഠം പഠിക്കാനായി പോകാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പാഠമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റീൻ ലഗാർഡ്. ഇത് ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന വ്യക്തി നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമോങ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആശംസിക്കുന്നു. ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ, എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വലിയൊരു കാര്യമാണ്. കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world.
21-ാം നൂറ്റാണ്ട് പല വെല്ലുവിളികളും നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നുണ്ട്. അവയിൽ ചിലത് പുതിയ രീതിയിലുള്ള ചിന്താരീതികളും മറ്റുമാണ്. അവയിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സ്ത്രീകൾ വഹിക്കുന്ന സാമ്പത്തിക പങ്ക്. അവയേക്കാൾ വലുതൊന്നുമില്ല. പോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നയിക്കുക. റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ ഇന്ന് സ്ത്രീകളുടെ അവരുടെ യഥാർത്ഥ സാധ്യതകൾ അല്ലെങ്കിൽ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ സംഭാവന ചെയ്യുന്നതിൽ നിന്ന് സമൂഹം അവരെ തടയുന്നു. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നു. ഇൻ സം കൺട്രീസ് പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ചില രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരം നിഷേധിക്കുന്നതിനാൽ ആളോഹരി വരുമാനം കുറയുന്നു. They represent half the world's population but contribute far less than 50% of economic activity. അവർ ലോകത്തിൻ്റെ പകുതി ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്നു, പക്ഷേ അവരുടെ സംഭാവന വളരെ കുറവാണ്. അതായത് സാമ്പത്തിക അടിത്തറയുടെ 50% താഴെയാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ അവസ്ഥ മാറ്റാൻ എന്താണ് വേണ്ടത്? എല്ലാവരും കൂടി ചേർന്ന് സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഏകീകൃത ശ്രമമാണ് വേണ്ടത്. അതിനെ ഞാൻ എന്ന് പറയുന്നത് ആരാ? ക്രിസ്റ്റീൻ ലഗാർഡ്. അവർ നടത്തുന്ന ഒരു പ്രസംഗമാണല്ലോ ഇത്. ഞാൻ അതിനെ സ്ത്രീകളുടെ 3 L's എന്ന് വിളിക്കുന്നു. 3 L's എന്ന് പറയുന്നത് L എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 3 വാക്കുകളാണ്. സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇവയൊക്കെയാണ്: വിദ്യാഭ്യാസം, തൊഴിൽ, കൂടാതെ നേതൃത്വം. ഇവയൊക്കെയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടത്. കൺസേർട്ടഡ് എഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകീകൃതമായ നമ്മുടെ ഒരുമിച്ചുള്ള അധ്വാനം. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. പഠനത്തെക്കുറിച്ചാണ് ആദ്യം. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതെങ്കിലും മാറ്റം വരുത്തുന്നതിൽ വിദ്യാഭ്യാസം അടിസ്ഥാനമായ ഘടകമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. പഠനം സ്ത്രീകളെ സ്വയം സഹായിക്കുകയും അവഗണനയുടെ ചങ്ങലകൾ തകർക്കുകയും ചെയ്യുന്നു. ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അവഗണനയുടെ ചങ്ങലകൾ. ഷാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലകൾ എന്നാണ്. എക്സ്ക്ലൂഷൻ, അവഗണന. നോവെയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റൊരിടത്തും ഇത് കൂടുതൽ അനിവാര്യമല്ല. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ് പോകുന്നത്: നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പുരുഷനെ പരിശീലിപ്പിക്കുകയാണ്. നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഗ്രാമത്തിന് മുഴുവൻ പരിശീലനം നൽകുന്നു. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. പഠനം ആദ്യപടി മാത്രമാണെങ്കിൽ തൊഴിലാണ് രണ്ടാമത്തേത്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലൗറിഷ് ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. തൊഴിൽ സ്ത്രീകളെ ഉന്നതി പ്രാപിക്കാൻ സഹായിക്കുന്നു, കൂടാതെ അവരുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തെടുക്കുവാനും സഹായിക്കുന്നു. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവ് എന്നാണ് അർത്ഥം. ഫ്ലൗറിഷ്, വികസിക്കുക, പുരോഗതി കൈവരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫെസിലിറ്റേറ്റ്സ്, സഹായിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. പക്ഷേ ഇന്ന് നിലവിൽ സ്ത്രീകൾ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവർ മിക്കപ്പോഴും കുറഞ്ഞ ശമ്പളത്തിൽ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ള തൊഴിലിൽ അല്ലെങ്കിൽ കുറഞ്ഞ സുരക്ഷയിൽ എന്നിവയിൽ പെട്ടുപോകും. ലോ പേയിങ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ശമ്പളം. ലോ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന നിലവാരത്തിലുള്ള. ലോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ, ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്കുപ്പേഷൻ. ഒരേ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരേ തൊഴിലും ഉണ്ടായിട്ടും ആഗോളതലത്തിൽ സ്ത്രീകൾ സമ്പാദിക്കുന്നത് പുരുഷന്മാർ സമ്പാദിക്കുന്നതിൻ്റെ 3/4 മാത്രമാണ്.
Surely one of our most basic norms should be equal pay for equal work. തീർച്ചയായും നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ മാനദണ്ഡം എന്ന് പറയുന്നത് തുല്യവേതനം ആയിരിക്കണം. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. സമീപകാല ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് സാമ്പത്തിക പങ്കാളിത്തത്തിൽ ലിംഗപരമായ വിടവുകൾ ഇല്ലാതാക്കുന്നത് ആളോഹരി വരുമാനത്തിലെ വർധനവ് കൈവരിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗപരമായ വ്യത്യാസങ്ങൾ ഇല്ലാതെ. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. വി ക്യാൻ അൺഡൗട്ട്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. നമുക്ക് സ്ത്രീകൾക്ക് അവരുടെ ജോലിസ്ഥലത്ത് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. ഇതെല്ലാം നിയമങ്ങൾ മാറുന്നതിനെ അപേക്ഷിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ. ഉദാഹരണത്തിന്, സ്ത്രീകളോട് സ്വത്ത്, അനന്തരാവകാശ നിയമങ്ങൾ എന്നിവയിൽ വിവേചനം കാണിക്കരുത് എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ആർ ദ 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എംപവർമെൻറ്റ്? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എംപവർമെൻറ്റ് ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ശാക്തീകരണത്തിന് വേണ്ടിയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം എന്നിവയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലേണിംഗ് ഇൻ എംപവറിംഗ് വിമൻ? സ്ത്രീ ശാക്തീകരണത്തിൽ പഠനത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതെങ്കിലും മാറ്റം വരുത്തുന്നതിൽ വിദ്യാഭ്യാസം അടിസ്ഥാനമായ ഘടകമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. പഠനം സ്ത്രീകളെ സ്വയം സഹായിക്കുകയും അവഗണനയുടെ ചങ്ങലകൾ തകർക്കുകയും ചെയ്യുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി ഈ നയങ്ങൾ അർത്ഥമാക്കുന്നു. മോറോവർ, വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. മാത്രമല്ല, സ്ത്രീകൾക്ക് നമ്മൾ കൂടുതൽ അംഗീകാരങ്ങളും കൂടാതെ സർക്കാർ വകയായി പുതിയ സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കാനുള്ള സഹായവും നൽകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതിനാൽ പഠനവും തൊഴിലുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇനേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. മൂന്നാമത്തെ എൽ എന്ന് പറയുന്നത് നേതൃത്വമാണ്, ലീഡർഷിപ്പ്. അത് സ്ത്രീകളെ ഉയർത്തെഴുന്നേൽക്കുവാൻ പ്രാപ്തമാക്കുന്നു. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഈ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേതൃത്വത്തിലേക്ക് വരുവാൻ ഒരുപാട് മേഖലകളുണ്ട്. പല മേഖലകളിലും അവർക്ക് നേതൃത്വത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. The irony is that when women lead, they tend to do as good a job as others, if not a better job. വിരോധാഭാസം എന്ന് പറയുന്നത് സ്ത്രീകൾ നയിക്കുമ്പോൾ, അവർ നേതൃത്വം കൊടുക്കുമ്പോൾ അവർ മറ്റുള്ളവരെ പോലെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ മികച്ച രീതിയിൽ, പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്യുവാനുള്ള പ്രവണത കാണിക്കുന്നു. ഐറണി എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. They are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long-term sustainability. ഓരോന്നിനെയും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുക, സമവായം കെട്ടിപ്പടുക്കുക, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, അനുകമ്പ കൂടാതെ ദീർഘകാല സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുവാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം അവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമവായം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. കമ്പാഷൻ, അനുകമ്പ. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല സുസ്ഥിരത. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. സ്ത്രീകൾക്ക് ചിലപ്പോൾ അവരുടെ മേഖലകളിൽ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പൊരുത്തപ്പെട്ടു പോകുവാനുള്ള ആത്മവിശ്വാസം കുറയും എന്നുള്ള കാര്യം സത്യമാണ്. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു ഡു സംതിങ് സക്സസ്ഫുള്ളി ഓർ എഫിഷ്യൻ്റ്ലി.
ഏതെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുവാനുള്ള കഴിവ്, അതിനാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നാരേറ്റീവ് ഇൻ ദെയർ ഫേവർ. പക്ഷേ അവർ ആ മാനസികാവസ്ഥ മാറ്റി അവർക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുകയും വേണം. റീസെറ്റ് ദ നാരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർ പുനർവിചിന്തനം നടത്തി പുതിയ രീതിയിൽ അവരുടെ കഥ എഴുതണം. പുതിയ രീതിയിൽ അവരുടെ വിജയത്തിലേക്കുള്ള കഥ എഴുതണം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അപ്പോൾ സ്ത്രീകൾ സമൂഹത്തിൽ വ്യത്യാസം വരുത്തുന്നതിനു വേണ്ടി ഇറങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. അപകട സാധ്യതകളുള്ള മേഖലകളിലേക്ക് ധൈര്യത്തോടുകൂടി പോകുകയും അവരുടെ സുരക്ഷാ ചക്രത്തിനുള്ളിൽ നിന്ന് അവർ പുറത്തു വരികയും ചെയ്യണം. കംഫർട്ട് സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിത വലയം. ആ വലയത്തിൽ നിന്ന് അവർ പുറത്തു വന്ന് പല മേഖലകളിലും അവരുടെ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ടു ടേക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ റിസ്കുകൾ എടുക്കണം, ചാൻസസ് എടുക്കണം. നൺലെസ് ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. എന്നിരുന്നാൽ പോലും വിജയിക്കുവാനുള്ള അവരുടെ ആഗ്രഹത്തിന് പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു. Whether we are talking about providing primary education for girls in a village or executive positions for women in business. പെൺകുട്ടികൾക്ക് ഗ്രാമത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന കാര്യമായാലും അല്ലെങ്കിൽ ബിസിനസ്സിലെ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന കാര്യമായാലും പല പ്രശ്നങ്ങളും തടസ്സങ്ങളും അവർ നേരിടേണ്ടി വരുന്നു. It is time to create a world where all women can meet their potential without impediment or prejudice and the world will reap the benefits. പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള സമയമായി. ഒരു തടസ്സമോ മുൻവിധിയോ ഇല്ലാതെ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ നിറവേറ്റുവാൻ കഴിയുന്ന ലോകം, അത് നമ്മൾ സൃഷ്ടിച്ചേ മതിയാകൂ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ തീർച്ചയായും ലോകത്തിനും ലഭിക്കും. ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെ മുൻനിരയിലേക്ക് വന്നെങ്കിൽ, അവർ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിൽ അതിൻ്റെ പ്രയോജനം ലോകത്തിന് കിട്ടും എന്നുള്ളതാണ്. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദെയർ. ആ വിജയത്തിലേക്ക് എത്തുവാൻ 3 L's നമ്മെ സഹായിക്കും എന്ന് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുകയാണ്. 3 L's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൽ തുടങ്ങുന്ന 3 വാക്കുകൾ എന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ വ്യത്യാസത്തിന് വേണ്ടി ധൈര്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വ്യത്യാസം വന്നിരിക്കും. വളരെയധികം നന്ദി. ഇത് ക്രിസ്റ്റീൻ ലഗാർഡ് നടത്തിയ ഒരു പ്രസംഗമാണ്. ഈ പ്രസംഗം അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നു, നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്? ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? There should not be any discrimination while payment of wage. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ വിവേചനം നമ്മൾ കാട്ടുവാൻ പാടില്ല. Supporting women in the workplace doesn't end with paying them fairly. തുല്യമായ ശമ്പളം കൊടുക്കുന്നത് മാത്രമല്ല, it means involving them too. അവരെ കൂടി എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തണം. Listening to their thoughts. അവരുടെ ആശയങ്ങൾ നമ്മൾ കേൾക്കണം. Considering their opinions and making sure they are represented in decisions. അവരുടെ കാര്യങ്ങൾ കേട്ട ശേഷം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം. We should also acknowledge women's successes in the workplace. അവർ ജോലി ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അവർ വിജയിച്ചെങ്കിൽ അത് അംഗീകരിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനും തയ്യാറാകണം. We should also put them forward for promotions, invest in their skills and protect space for their development. അവരുടെ തൊഴിലിൽ അവർക്ക് പ്രൊമോഷൻസ്, സ്ഥാനക്കയറ്റങ്ങൾ നൽകണം. ഇൻവെസ്റ്റ് ഇൻ ദെയർ സ്കിൽസ്. അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ആൻഡ് പ്രൊട്ടക്ട് സ്പേസ് ഫോർ ദെയർ ഡെവലപ്മെൻറ്റ്. അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള ആ മേഖലകൾ അവർക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ക്രിസ്റ്റീൻ ലഗാർഡ് നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള 3 L's. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ക്രിസ്റ്റീൻ ലഗാർഡ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആരാണ് ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ക്രിസ്റ്റീൻ ലഗാർഡ്, born in Paris on 1st January 1956, is the first woman to become the finance minister of a G8 economy
and to head the International Monetary Fund (IMF). 1956 ജനുവരി 1 പാരീസിൽ ജനിച്ച ക്രിസ്റ്റീൻ ലഗാർഡ് G8 സമ്പദ് വ്യവസ്ഥയുടെ ധനമന്ത്രിയാകുകയും അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിന് നേതൃത്വം കൊടുത്ത ആദ്യ വനിതയുമാണ്. She calls for opening the doors to women's learning, labor and leadership in the economic field. സ്ത്രീകളുടെ പഠനത്തിനും സാമ്പത്തിക മേഖലയിലെ തൊഴിലിനും നേതൃത്വത്തിനുള്ള വാതിലുകളും തുറക്കുവാൻ അവർ ആവശ്യപ്പെടുന്നു. This speech was delivered at the National Democratic Institute, Washington, D.C. on 19 May 2014. 2014 മെയ് 19 നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ, അമേരിക്കയിലാണ് ഈ പ്രസംഗം അവർ നടത്തിയത്. പ്രിയപ്പെട്ട കുട്ടികളെ, ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.